ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നേക്കുന്നത് ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. മോരുകറി, അത് ഞാൻ കപ്ലങ്ങ ഇട്ട് വെച്ച മോരുകറിയാണ്. കപ്ലങ്ങ, പപ്പായ, കറിമൂസ എന്നൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പറയും. ഞങ്ങൾ പറയുന്നത് കപ്ലങ്ങ എന്നാണ്. അപ്പം കപ്ലങ്ങ ഇട്ട മോരുകറിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാനിവിടെ കപ്ലങ്ങ തോലൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് ഒരേ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാം ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്തിടുക. ഞാൻ ചട്ടിക്കകത്താണ് കറി ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, വേവാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഇത് വേവുമ്പോഴത്തേക്ക് നമുക്ക് തൈരൊന്ന് ഉടച്ചെടുക്കാം. നല്ല കട്ട തൈരാണ്, അപ്പോൾ അതൊന്ന് നമുക്ക് ഉടച്ചെടുക്കണം. അപ്പോൾ ഓരോരുത്തരുടെ പുളിക്കനുസരിച്ചുള്ള തൈര് എടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് പുളി വേണ്ട. അപ്പോൾ അതുകൊണ്ട് ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള മോരാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ നല്ല കട്ട തൈരാണ്. ഒന്നൊന്ന് കറക്കിയെടുത്താൽ മതി, ഒരുപാട് അടിക്കണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. ഇതിന് വേണ്ട തേങ്ങ അരച്ചെടുക്കണം അരപ്പുണ്ടാക്കാനായിട്ട്. അപ്പോൾ അതിനൊരു പിടുത്തം തേങ്ങ, അത് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം തേങ്ങ എടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. അത് എരിവിനനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ 2 ചേർക്കുന്നുള്ളൂ. പിന്നെ വെളുത്തുള്ളി, ഒരു വലുതാണെങ്കിൽ ഒരു വെളുത്തുള്ളി മതി. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ 3 ചേർത്തു. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ജീരകമാണ്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി മഞ്ഞൾപ്പൊടി, ഇതിന് വേണ്ട മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് അരഞ്ഞു കിട്ടണം. അപ്പോൾ നമ്മുടെ കപ്ലങ്ങ വെന്തോന്ന് നോക്കണം. അതിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിലിനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നന്നായി തിളച്ചൊക്കെ വന്നിട്ടുണ്ട്, ഏകദേശം വേവാറായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കുക, ഒന്നുകൂടെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട് കപ്ലങ്ങ. അപ്പോൾ ഒരുപാട് വെന്തുടഞ്ഞ് പോകരുത്, പാകത്തിന് വെന്ത് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പം ഞാനൊരു കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കറിവേപ്പില ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ അരപ്പിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ അതിന് ശേഷം മാത്രമേ നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈര് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പുളി കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടെ തൈര് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഓരോരുത്തരുടെ പുളീൻ്റെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് വറുത്ത് പൊടിച്ച ഉലുവയാണ്. അപ്പോൾ ഉലുവ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ടൈം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം.
അപ്പോൾ എനിക്ക് ഇത്തിരി ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഒരുപാട് അങ്ങ് തിളയ്ക്കേണ്ട, ജസ്റ്റ് തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കണം. ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു 2-3 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഈ ചെറിയുള്ളി ഈ എണ്ണയിൽ നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ ചെറിയുള്ളി ചേർക്കുന്നത് മോരുകറിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ആവുന്നതോടും വരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. കളറ് മാറി തുടങ്ങുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 2 വറ്റൽമുളകേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഈ വറ്റൽമുളകും ഈ എണ്ണയിലൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഉള്ളി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിനി നമുക്ക് മോരുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കപ്ലങ്ങ ഇട്ട മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.